നമുക്ക് സ്വയം ചിലപ്പോൾ ഒരു പക്ഷേ ബാഡ് സ്മെല്ല് തിരിച്ചറിയാൻ പറ്റിക്കോണമെന്നില്ല. മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും പൊതുവെ നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരു ഒറ്റമൂലികളെല്ലാം പോയി വായിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ചെയ്തുകൊണ്ടോ കാര്യമല്ല. എന്താണ് എക്സാക്റ്റ് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ഇൻ കേസ് ചിലപ്പം ടീത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, ചിലപ്പം പല്ലിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പഴുപ്പുകളോ അതങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടി വരും. മൗത്ത് അൾസർ, ജിഞ്ചിവൈറ്റിസ് ഒക്കെ പോലെയുള്ള എന്തെങ്കിലും വായിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇൻഡൈജഷൻ ആണെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യേണ്ടി വരും. ഇനി ENT ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യേണ്ടി വരും. ഈ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടെത്തുക. നിങ്ങൾ ഒരു ഫിസീഷ്യനെ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഈ വായനാറ്റം ഉണ്ടാകുന്നുള്ള കാരണങ്ങൾ അവർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്തും അവർ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തും ഡോക്ടേഴ്സിന് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കാരണം കണ്ടെത്തി ഇതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വായനാറ്റം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും.